യുഎസിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വീണ്ടും കനത്ത തിരിച്ചടി. H-1B വിസയുടെ ഫീസ് കുത്തനെ ഉയർത്തി ട്രംപ് ഭരണകൂടം. H-1B വിസയുടെ വാർഷിക ഫീസ് $1,00,000 ആക്കുന്നതിനുള്ള പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനാണ് പുതിയ തീരുമാനമെന്നാണ് ട്രംപിന്റെ വിശദീകരണം. വെള്ളിയാഴ്ചയാണ് ഫീസ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം വൈറ്റ് ഹൌസ് നടത്തിയത്. ഇത് യുഎസിൽ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിന്റെ അടിസ്ഥാന ഘടന തന്നെ മാറ്റിമറിക്കുമെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. അമേരിക്കയിൽ ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് വലിയ തിരിച്ചടിയാണ് പുതിയ തീരുമാനം. $1,00,000, അതായത് ഏകദേശം 88 ലക്ഷം രൂപയായാണ് ഭരണകൂടം ഒറ്റയടിക്ക് ഫീസ് ഉയർത്തിയത്. ഇന്ത്യയിൽ നിന്നും ജോലി തേടി യുഎസിലേക്ക് പോകുന്ന IT ജീവനക്കാരെയാണ് ഈ പ്രഖ്യാപനം ഏറ്റവും പ്രതികൂലമായി ബാധിക്കുക. അമേരിക്കൻ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനും US ട്രഷറിയുടെ വരുമാനം ഉയർത്തുന്നതിനുമാണ് H-1B വിസയുടെ ഫീസ് ഉയർത്തിയതെന്നാണ് ട്രംപ് പറയുന്നത്. ഉയർന്ന വരുമാനമുള്ളവരെയും പണക്കാരെയും രാജ്യത്തേക്ക് എത്തിക്കുകയാണ് ഫീസ് ഉയർത്തിയതിന്റെ പ്രധാന ഉദ്ദേശം. കുറഞ്ഞ ഫീസ് ചുമത്തിയിരുന്നതിനാൽ അമേരിക്കയിലെ പല ചെറിയ തസ്തികകളിൽ പോലും തദ്ദേശീയർക്ക് ജോലി ലഭിക്കാത്ത സാഹചര്യങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകാൻ പുതിയ തീരുമാനത്തിലൂടെ കഴിയുമെന്ന് ഫീസ് വർധന പ്രഖ്യാപനം നടത്തിയ അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് പറഞ്ഞു. നിലവിൽ ഈടാക്കുന്ന വെയിറ്റിംഗ് ചാർജുകൾക്ക് പുറമെയാണ് ഈ ഫീസും ഈടാക്കുക. വിസ പുതുക്കുന്നതിനും ഇതേ തുക തന്നെ നൽകേണ്ടതായുണ്ട്. ഫീസ് മുൻകൂറായി ഈടാക്കണോ അതോ വാർഷിക തലത്തിൽ കൈപ്പറ്റണോ എന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമുണ്ടാകുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ശമ്പളമോ മറ്റ് മാനദണ്ഡങ്ങളോ പരിഗണിക്കാതെ എല്ലാവർക്കും ഈ ഫീസ് ബാധകമായിരിക്കും. പരിശീലനത്തിനും കൂടുതൽ സാധ്യതകൾ കണ്ടെത്തുന്നതിനുമായി രാജ്യത്തെത്തുന്ന പരിചയക്കുറവുള്ള വിദേശീയരുടെ കടന്നുവരവ് ഇതോടെ നിലയ്ക്കുമെന്നാണ് ട്രംപ് ഭരണകൂടം കരുതുന്നത്.